നമ്മുടെ പ്രൂണിംഗ് പ്ലോട്ടിൽ വളർത്തിയ മാവ് എന്തായാലും മാറ്റി നടാറായിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്നു നോക്കാം. റൂട്ടൊക്കെ നല്ല ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് നമ്മളിത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട്, റൂട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഇത് നല്ലതാണോ, ഇത് സെറ്റാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം റൂട്ടൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു ഗുണം ഇങ്ങനെയാണ്, നമുക്ക് മാറ്റി നടാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പക്ഷെ അവർ പറയുന്നത് നമ്മൾ ഈ ഒരു ഇത് ശരിക്കും ഒരു ഗ്രോ ബെഡ് ആയതുകൊണ്ട് ഇതേപോലത്തെ കട്ടിയുള്ള മണ്ണൊന്നും നിറയ്ക്കരുതെന്നാണ് പറയാം. സാധാരണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നമ്മളെ പോട്ടി മിക്സ് നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റൂട്ട് ഗ്രോ ചെയ്യും. പിന്നെ നമുക്കിത് പറിച്ച് ഒരു ചട്ടിയിൽ വയ്ക്കാം. അപ്പം നമുക്കൊരു ചട്ടിയിൽ വയ്ക്കാം. അപ്പം ചട്ടിയായിട്ട് ഞാൻ ഇവിടെ എടുത്ത് തുറക്കുന്നത് പഴയ പെയിൻറ്റ് ബക്കറ്റാണ്. അപ്പോൾ ഇതിൽ ഹോളൊക്കെ ഇട്ടിട്ട് നമുക്കിതിൽ വെക്കാം. നമുക്ക് ഹോളിടാം. ഡ്രില്ലിങ് മെഷീൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ കത്തി, കത്തരക, കൊടുവാള് അങ്ങനെ കയ്യിൽ കിട്ടിയ മൂർച്ചയുള്ള എന്ത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹോളിടാം. കൈ മുറിയാണ്ടിരുന്നാൽ മാത്രം മതി. അങ്ങനെ അതിശക്തനായ ബക്കറ്റിനെ നമ്മൾ തുളയിട്ട് ഈ ഹോളൊന്ന് വലുതാക്കണം. അത് നമുക്ക് കത്തര വെച്ചിട്ട് ഹോളങ്ങോട്ട് വലുതാക്കാം. അങ്ങനെ നമ്മളിത് ഈ സൈഡിലും തുളയിട്ട് രണ്ട് സൈഡിലും തുളയി സെൻട്രൽ താഴെയും തുളയിട്ടുണ്ട്. അപ്പം അങ്ങനെ ബക്കറ്റ് സെറ്റായി. നമ്മൾ ഈ ഓട്ടയിട്ട ബക്കറ്റും കൈക്കോട്ടൊക്കെ ആയിട്ട് യാതൊരു വിധ അടിവളം ചെയ്യാത്തൊരു സംഭവമാണ്. അടിവളം നമുക്കിവിടെ കുറച്ച് കമ്പോസ്റ്റ് ഉണ്ട്. ഒരു പ്രൂണിംഗ് ബോട്ടിനകത്ത് നമ്മൾ കമ്പോസ്റ്റ് ആക്കി, പിന്നെ അതേപോലെ തന്നെ ഒരു വേസ്റ്റ് ഉണ്ട് അതിലുണ്ട്. ഇതിലും നിറച്ച് കമ്പോസ്റ്റൊക്കെ ഉണ്ട്. കുറച്ച് ടയലൊക്കെ വെച്ചിട്ട് കമ്പോസ്റ്റ് നന്നായിട്ടൊന്ന് ഇളക്കാം. കുറേ ഭീകര ജീവികളൊക്കെ പോകുന്നുണ്ട്. അത് നമുക്ക് ഈ കമ്പോസ്റ്റ് ഇതിലേക്ക് എടുത്തിടാം. കരിയില മാത്രമല്ല കേട്ടോ, ഫുൾ കരിയില കമ്പോസ്റ്റ്, നല്ല മണ്ണായി. അപ്പം മണ്ണൊക്കെ ഇല്ലാത്തവർ ഇത് അതേപോലെ കിട്ടുന്ന കരിയിലകൾ ഇത് ഇതേപോലെ നല്ല മണ്ണാക്കി മാറ്റാം. അപ്പോൾ ഇത് നിറയ്ക്കട്ടെ. മൊബൈലും പിടിച്ചത് നിറയ്ക്കാൻ പറ്റുന്നില്ല. മണ്ണിരനെ കണ്ട, മണ്ണിരനെ കാണാണ്ട, കണ്ട. നമ്മൾ പ്രൊഫഷണൽ ക്യാമറ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അതെ ഇത് നമ്മൾ കൊണ്ടിടന്തല്ല കേട്ടോ, തന്നെ വന്ന മണ്ണിരകളാണ്. അപ്പം അത് മണ്ണിര കമ്പോസ്റ്റും ഇതിങ്ങനെ ആവും. ഇതൊന്നും നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ്, ഒന്നും നമ്മൾ ഇട്ടതല്ല. അപ്പം അങ്ങനെ നമ്മുടെ ബക്കറ്റ് പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. മുഴുവൻ നിറയ്ക്കണില്ല, കണ്ട, ഒരു വെയിറ്റും ഇല്ല. അപ്പോൾ പകുതി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ മാവ് വയ്ക്കാം. അപ്പം നമ്മുടെ പ്രൂണിങ് പ്രോട്ടീൻ എടുത്ത ഇത് അടിയിൽ വേരൊക്കെ ഉണ്ട്, അത്യാവശ്യം വേരൊക്കെ ഉണ്ട് അടിയിൽ. അപ്പോൾ അത് നമുക്ക് നേരെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് മണ്ണൊക്കെ തട്ടിയിട്ട് കൊടുക്കാം. ഇത്തിട്ട് മുളപ്പിച്ച മൂവാണ്ടമാവിൻ്റെ തൈയാണ്. അപ്പോൾ ഡ്രമ്മിൽ ഇത് എത്രത്തോളം വളർച്ചയുണ്ട് നോക്കാം, അപ്ഡേഷൻസ് തരാം.